ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കാണുന്ന ട്രെൻഡാണ് ഇൻവെസ്റ്റ് ഇൻ ബാലി, തായ്ലൻഡ്, അതുപോലെ ജോർജിയ. ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് സാധ്യതകളുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ GCC രാജ്യങ്ങൾ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയുള്ള ആളുകൾ തപ്പിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലീഗൽ ഫ്രെയിംവർക്കാണ്. നമ്മളൊരു പ്രോപ്പർട്ടി വേറൊരു രാജ്യത്ത് വാങ്ങുമ്പോൾ അവിടുത്തെ ലീഗൽ സൈഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തെ അവിടുത്തെ ടാക്സേഷൻ, പിന്നെ ലീഗൽ പേപ്പർ വർക്ക്, പിന്നെ ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന ആരാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും, പിന്നെ അതിൻ്റെ ലിക്വിഡിറ്റി, നമുക്കത് വിൽക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ദുബായ് എന്ന് പറയുന്നത് കഴിഞ്ഞ 20-25 വർഷമായിട്ട് ആളുകൾ വാങ്ങി വിറ്റ് ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സേഫ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ ഈ ചെറിയ പ്രോബ്ലം നടക്കുന്നത് കൊണ്ട് ഉടനെ വേറെ രാജ്യങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ ആ രാജ്യങ്ങളുടെ സേഫ്റ്റി, ആ രാജ്യങ്ങളുടെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. മോശമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ രാജ്യങ്ങളും നല്ലതാണ്. ഇപ്പോൾ ബാലി, തായ്ലൻഡ്, ജോർജിയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാവാം. പക്ഷേ ഈ പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ്, അതിൽ മെയിൻ ഫാക്ടർ ലീഗൽ ഫ്രെയിംവർക്കാണ്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പ്രോപ്പർട്ടിയുടെ ലീഗൽ സൈഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ വിസ ഓപ്പർച്യൂണിറ്റി എന്താണ്, അതുപോലെ തന്നെ അവിടുത്തെ ടാക്സേഷൻ എങ്ങനെയാണ്, ലിക്വിഡിറ്റി എന്താണ്, അതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാൻ എത്രത്തോളം വാങ്ങുന്നത് പോലെ തന്നെ വിൽക്കാൻ പറ്റുമോ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ ചെറിയൊരു ബൂം ഉണ്ടായിട്ടുണ്ട്, ആ ബൂമിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് തന്നെ പരിചയമുള്ള പല ആളുകൾക്കും ലീഗലി ഒരുപാട് പ്രോബ്ലംസ് ബാലിയിലൊക്കെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇഷ്യൂ ചെയ്യും. ഈവൻ ഗോൾഡൻ വിസ പോലെയുള്ള പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇഷ്യൂ ചെയ്യും. ഈ പറയുന്ന രാജ്യങ്ങൾ, ബാക്കി പറഞ്ഞ രാജ്യങ്ങളിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ലീഗൽ സൈഡ് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടുത്തെ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ബാക്കിയുള്ള ഈ പറയുന്ന രാജ്യങ്ങളിലൊന്നും ഇപ്പില്ല.